ഹരി ഓം. ഗുരുദാസ് ജിയുടെ മീരാ ഭജൻ നമ്മൾ കേട്ടു. വളരെ ചെറിയ ഭജനയാണ്. മീരാ ഭജൻസ് നമ്മൾ കേൾക്കുമ്പോൾ വരികൾക്കല്ല പ്രാധാന്യം, ഭാവങ്ങൾക്കാണ് പ്രാധാന്യം. ഇപ്പൊ മീരയുടെ ഭാവം എന്തായിരുന്നു എന്ന് മനസ്സിലായതിന് മാത്രമേ ആ വരികൾ കൂടി കടന്നു പോകാൻ പറ്റൂ. ഇന്ന് നമ്മൾ കേട്ട ഭജനയില് വളരെ 3-4 വരി, 6 വരിയേ ഉള്ളൂ. അതിൽ പറയുന്നത് മഴ വരുന്നു, ഇടിമിന്നല് ഉണ്ട്, കാർമേഘങ്ങൾ കൂടുന്നു, അപ്പൊ ഇരുട്ടാണ്, മനസ്സ് ചഞ്ചലപ്പെടുന്നു. അപ്പോഴ് ആരെ പറ്റി ചിന്തിക്കുന്നു? രാമനെ പറ്റി ചിന്തിക്കുന്നു. മീരയാണ് രാമനെ പറ്റി ചിന്തിക്കുന്നു. രാമനെ പറ്റി ചിന്തിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഈ ഓർഡറൊക്കെ തെറ്റുന്നു. അതായത് ഇരുണ്ട മേഘങ്ങൾ വരുന്നു, മിന്നൽ വരുന്നു, ഇടി വരുന്നു, മഴ പെയ്യുന്നു. ഇതിൻ്റെ ഒരു ഓർഡർ അനുഭവപ്പെട്ടതുപോലെയല്ല മീരയ്ക്ക് അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ഓർഡറെല്ലാം തെറ്റിച്ചാണ്. അതായത് നമുക്കറിയാം, മിന്നൽ വന്നിട്ടാണ് ഇടി വരുന്നത്. പക്ഷേ മീരയ്ക്ക് അനുഭവപ്പെടുന്നത് ആദ്യം മഴ പെയ്യുന്നു, പിന്നെ എന്താണ്, ഇടി പെയ്യുന്നു, അല്ലെ ഇടിയുടെ ശബ്ദം കേൾക്കുന്നു, ഇരുളുന്നു, മിന്നൽ വരുന്നു. ഇങ്ങനെ ഡിസോർഡർ ആയിട്ടാണ് എല്ലാം കേൾക്കുന്നത്. ഇപ്പൊ രാമനെ വിളിക്കുന്നു. അവിടെയാണ് അടുത്ത പോയിന്റ്. അവിടെ ഗുരു കടന്നു വരുന്നു, കൺഫ്യൂഷൻ ആകുന്നു. അപ്പൊ അരികിലുള്ളതാണ്. പിന്നീട് അതിൽ പറയുന്നത് അടുത്തെന്താണ് പറയുന്നത്? കൺഫ്യൂഷൻ ആകുന്നു. അടുത്ത വരെയാണ് രസം. സത്യം വെളിപ്പെടുന്നു. സാധാരണ കൺഫ്യൂഷൻ ആകുമ്പോൾ സത്യം വെളിപ്പെടില്ല. പക്ഷെ ഇവിടെ മീര പറയുന്നു കൺഫ്യൂഷൻ ആകുന്നു, സത്യം വെളിപ്പെടുന്നു. അപ്പൊ ആർക്കാണ് കൺഫ്യൂഷൻ ആകുന്നത്? അതാണ് ആ കവിതയുടെ മർമ്മം. അഹത്തിൽ നിൽക്കുന്ന എനിക്ക് കൺഫ്യൂഷൻ ആകുന്നു, ഈ അഹത്തിൽ ഞാൻ പിടിക്കുന്നില്ല, കൺഫ്യൂഷൻ പോയി, സത്യം വെളിപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ ആ കഥയുടെ അന്തസത്ത്. ഞാൻ അഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഗുരുവചനം എനിക്ക് ചിന്താകുഴപ്പത്തിലാക്കും, ഞാൻ വിട്ടുകളഞ്ഞു. ആ പറയുന്ന മഴ, ഇടിമിന്നൽ, ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളുടെ ഓർഡറും ഡിസോർഡറും, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഒന്നും ഞാൻ നോക്കുന്നില്ല. അതെൻ്റെ അഹം എന്നിൽ വരുത്തുന്ന മായ ഇല്യൂഷൻസുകളാണ്. അതിലിങ്ങനെ ഭ്രമിച്ചിരിക്കുന്ന സമയത്താണ് അഡ്വൈസ് കേൾക്കുന്നത്. അഡ്വൈസ് കേട്ടപ്പോൾ എന്ത് പറ്റി? ഉടൻ കൺഫ്യൂഷൻ വന്നു. ഞാൻ അതിൽ നിന്ന് വിട്ടു, ഞാൻ അവിടെ നിൽക്കുന്നില്ല, സത്യം ബോധ്യമായി. അപ്പോഴാ മീരയുടെ ഭാവം. അപ്പൊ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ മീരയും രാമനും എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള മീരയും കൃഷ്ണനും ഒന്നാണ്. സത്യം ബോധ്യപ്പെട്ടാൽ എന്ത് രാമൻ, എന്ത് കൃഷ്ണൻ, എങ്ങനെ വിളിച്ചാൽ എന്ത്, അതിൻ്റെ ഉറപ്പാണ് ഈ കവിതയിൽ രാമൻ എന്നുള്ള ശബ്ദം മീര കൊടുക്കുവാനുള്ള കാരണം. കാര്യം നമ്മൾ ഈ പറയുന്ന ടെക്നിക്കലി ഉള്ള എല്ലാ ഓർഡറും സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മനസ്സിന്റെ സ്ഥിതിയിൽ നിലനിൽക്കുമ്പോൾ മാത്രമുള്ളതാണ്. സത്യത്തിലോട്ട് എത്തിപ്പെട്ടാലോ ഈ പറയുന്ന ഒരു ഓർഡറും കാണില്ല. അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. നാരായണത് ഭദ്രൻ കല്ലുരുട്ടി കയറ്റുന്നു, തിരിച്ചുരുട്ടി വിടുന്നു. നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ വിചാരിക്കും ഇയാൾ എന്ത് ഭ്രാന്തനാണ്, ഇയാൾക്ക് വേറെ വേലയില്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് മുകളിൽ കയറ്റുന്നു, തിരിച്ചുരുട്ടി വിടുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിനെ ഒന്നും വിലയിരുത്തുന്നില്ല. ഞാൻ ഇത് എന്തിനാണ് കയറ്റുന്നത്, എന്തിനാണ് ഇറക്കി വിടുന്നുള്ള ഒരു വിലയിരുത്തലും ചെയ്യുന്നില്ല. അത് കാരണം അദ്ദേഹത്തെ എന്ത് പറ്റുന്നു, അതൊരു പാടായിട്ട് തോന്നുന്നില്ല.
നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു സന്ദർഭമുണ്ട്. അതായത് ഒരു വലിയ മല കയറുകയാണ്. മല. അപ്പം മല കയറുന്ന ആൾക്കാർക്കറിയാം, ചെറിയ ഭാരം പോലും വലിയ ഭാരമായിട്ട് തോന്നും. കഴിഞ്ഞ പ്രാവശ്യം മരുത്വ മലയിൽ പോയപ്പോൾ, അഗസ്ത്യാർ മലയിൽ പോയപ്പോൾ നമ്മുടെ കൂടെ വന്ന 2-3 പേര് കമ്പ് കൊണ്ടുപോയി. ഈ കമ്പ് കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് അത് ഇങ്ങനെ ഇടിച്ചിടിച്ച് പോയത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കമ്പൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. കമ്പൊന്നും വേണ്ട. കാരണം എന്താണ്? അതൊക്കെ ഭാരമായിട്ട് തോന്നുന്നു. എനിക്ക് മുന്നോട്ട് പോകാൻ എൻ്റെ ശരീരം തന്നെ ഭാരം. അപ്പൊ പിന്നെ കമ്പിന്റെ ഭാരം കൂടി ഞാൻ എന്തിനു ചുമക്കണം എന്നുള്ളതിൽ കമ്പിന് വീണു. കമ്പിന് അങ്ങ് കളഞ്ഞു. പോകാൻ നേരത്ത് എന്താണ്, ഏറ്റവും നല്ല കമ്പ് നോക്കി അതിനെ താലോലിച്ച് കൊണ്ടുപോയതാണ്. പിന്നെ അതെവിടെയും അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിച്ച് തിരിച്ചു വരുമ്പോഴെങ്കിലും നോക്കുമെന്ന് വിചാരിച്ചു. കമ്പ് അവിടെ കിടക്കുന്നുണ്ട്, നോക്കുന്നില്ല, ഇറങ്ങി വരികയും ചെയ്യും. അപ്പൊ നമ്മൾ ആ സത്യത്തിലോട്ട് പോകുമ്പോൾ അവസ്ഥ ഇതാണ്. നമ്മൾ ഈ വെച്ചേക്കുന്ന പലതും നമ്മൾ അങ്ങനെ വളരെ യുക്തിസഹജമായി അതിനങ്ങ് കളയും. നമുക്ക് അതിനോട് ഒരു അറ്റാച്ച്മെന്റ് തോന്നില്ല. കമ്പ് എടുത്ത സമയത്ത് തോന്നിയ ഒരു വികാരവും അത് ഉപേക്ഷിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകില്ല. കാര്യം സത്യം ബോധ്യപ്പെട്ടു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോഴത് കയറി വന്നത്. അപ്പോൾ ഈ മല കയറുകയാണ്. മല കയറുന്ന സമയത്ത് ഭാരം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു സഹോദരൻ തൻ്റെ കുഞ്ഞു സഹോദരിയെ തോളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ മല കയറുകയാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇത് എങ്ങനെയാണ് ഈ ഭാരം ചുമന്നുകൊണ്ട്, ഈ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് ഇത് എങ്ങനെ പോകുന്നു എന്ന് അതിശയത്തോടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ പോയി ചോദിച്ചു, നിങ്ങൾക്ക് ഈ കൊച്ചിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഭാരം അനുഭവപ്പെടുന്നില്ലേ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ മല കയറുന്ന സമയത്ത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞാൻ ചുമക്കുന്നത് ഭാരത്തെ അല്ല, എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവിടെ നിന്നവർക്ക് ആ ചോദ്യം ചോദിച്ചു പോയല്ലോ എന്നാണ് ചിന്തിച്ചത്. കാരണം ഇതാണ് മനോഭാവം. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല തോന്നിയത്. ആ കുട്ടിക്ക് എന്തായാലും ഒരു 10-25 കിലോ ആണ്, അല്ലെങ്കിൽ 20 കിലോ ആണ്, ഇതുകൊണ്ടാണല്ലോ അവൻ കയറുന്നത്. പക്ഷെ മറ്റേ ആ ഭാരം എടുത്ത കുട്ടിക്കോ, എൻ്റെ സഹോദരിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നുള്ള ഫീലുള്ളത് കാരണം ഒന്നും തോന്നുന്നില്ല. അപ്പോൾ ആധ്യാത്മികതയിൽ നമുക്ക് പാടാണ്, പ്രയാസമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന കാഴ്ചപ്പാട്, മനോഭാവം എന്താണെന്നാണ് നമ്മളൊന്ന് റിക്കളക്ട് ചെയ്യേണ്ടത്. അപ്പോഴവിടെ ഭാരമെന്നോ പാടെന്നോ ഒന്നും നമുക്ക് തോന്നില്ല. കാരണം ഞാൻ എത്തേണ്ട എൻ്റെ ഇടമാണ്, ഞാൻ സഞ്ചരിക്കേണ്ട എൻ്റെ ഇടമാണ്. ഈ ജന്മത്തിൽ ഞാൻ പോയില്ലെങ്കിൽ ഏതെങ്കിലും ജന്മത്തിൽ ഞാൻ എന്ത് വന്നാലും അവിടെ നടന്നേ പറ്റൂ. അപ്പൊ പിന്നെ ഈ ജന്മത്തിൽ ഞങ്ങൾക്ക് നടന്നൂടെ? അതത്രേ ഉള്ളൂ. അപ്പം നമ്മളങ്ങ് നടക്കുക എന്നുള്ളതാണ്. അപ്പം സത്യത്തെ അറിയാനുള്ള ഒരു ഉൾക്കാഴ്ചയും കൂടെ തുറന്നുകൊണ്ട് നടന്നാൽ ഇതെല്ലാം വളരെ ലളിതമാവും. കാര്യം എന്താണ്, നമ്മുടെ മുന്നിൽ ഈ സത്യം ഇങ്ങനെ വെളിപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ പിടിച്ചിരിക്കുന്ന എല്ലാം നമുക്കൊന്നും ഒരു ഗുണവും കിട്ടുന്നില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ സത്യത്തിലോട്ട് പോകാനല്ലേ നമ്മൾ ശ്രമിക്കുകയുള്ളൂ. നമ്മൾ പിടിച്ചിരിക്കുന്നതൊക്കെ വിട്ട് 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 പോവും. ഗുരുദേവൻ പറഞ്ഞ പോലെ ഒന്നൊന്നായി എണ്ണി എണ്ണി എന്ന് പറയുന്നത് പോലെ എല്ലാം വിടുമ്പോഴും അവസാനം ഒരു സാധനം വിടാൻ പറ്റൂല. ആ ഒരു സാധനം അവിടെ അങ്ങനെ തന്നെ ഇരിക്കും. അതാണ് സത്യം. അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ കൂടെ ഈ ഇൻബിൽട്ട് എന്ന് പറയില്ലേ ചില സാധനങ്ങളൊക്കെ, ഫോണിൽ തന്നെ ഇൻബിൽട്ട് എന്ന് പറയും പോലെ നമ്മുടെ ഇൻബിൽട്ട് ആണ് ആ സാധനം. അതിനെ നമുക്ക് എത്ര നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞാലും അത് നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. നമുക്കതിനെ അറിഞ്ഞേ പറ്റൂ, അറിയുക തന്നെ വേണം. അതല്ലാതെ വേറെ ഒരു വഴിയില്ല. അതിനറിയാതിരിക്കുമ്പോഴാണ് ചിന്താകുഴപ്പം. ഈ ചിന്താകുഴപ്പം എവിടെ നിലനിൽക്കുന്നു? മനസ്സിൽ നിലനിൽക്കുന്നു. ചിന്താകുഴപ്പം എന്നിലുണ്ടെങ്കിൽ ഞാൻ മനസ്സെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്താകുഴപ്പം എന്നിൽ അകലണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ്? മനസ്സിനെ മനസ്സിലാക്കുക, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുക. അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഹീലിംഗ് ക്യാമ്പാണ്. അപ്പൊ ഈ ഹീലിംഗ് ക്യാമ്പിന് നമ്മൾ എന്ത് മനോഭാവത്തിലാണ് ഇരിക്കേണ്ടത്?
ധ്യാന സെന്ററിൽ എന്തിന് ഹീലിംഗ് ക്യാമ്പ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. കാരണം ഹീലിംഗ് ഒരു സാധകൻ, ഒരു ധ്യാന സാധകൻ ധ്യാനിക്കുമ്പോൾ അവൻ സ്വയം ഹീൽ ചെയ്യുകയാണ്. അപ്പം വേറെ ഒരാളുടെ ഹീലിംഗിന്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു സെൻ കഥ പറയാം. സെൻ കഥ എന്ന് പറയുന്നത് വളരെ സത്യത്തെ വളരെ ചെറുതാക്കി ഏറ്റവും കുറഞ്ഞ വാക്കിൽ പറയുന്നതാണ് സെൻ കഥ. ഒരു സത്യാന്വേഷി എന്താണ് സെൻ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പല 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 ബുദ്ധ സന്യാസിമാരുടെ അടുത്തും ചോദിക്കുകയാണ്, എന്താണ് സെൻ, എന്താണ് സെൻ. അപ്പോൾ അവർ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പറഞ്ഞു. അങ്ങനെ മനോഹരമായി സെൻ എന്താണെന്ന് പറയാൻ കഴിവുള്ള ഒരു ബോധോദയം പ്രാപിച്ച ഗുരു ഒരിടത്തുണ്ടെന്ന് അറിഞ്ഞ് അവിടെ ഇദ്ദേഹം എത്തി. അപ്പം പറഞ്ഞു, കുറച്ചുകൂടി കഴിയുമ്പോൾ അദ്ദേഹം വരും, ഇപ്പൊ മനോഹരമായിട്ട് എന്താണ് സെൻ എന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം വളരെ സന്തോഷത്തോടെ വാഷ്റൂമിലൊക്കെ പോയി വന്നിരുന്നു. ഇടയ്ക്ക് വല്ല ശങ്ക വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സെൻ കേൾക്കാതെ പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം പോയി റെഡിയായി വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ബോധപ്രാപ്തനായ ഗുരു വന്നു. ആ ഗുരു അവിടെ ഇരിപ്പുണ്ട്, ഇദ്ദേഹം ഇരിപ്പുണ്ട്. അടുത്ത് വെള്ളമൊക്കെ കുടിക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഗുരു എടുക്കുന്നു, വെള്ളം കുടിക്കുന്നു, അവിടെ ഇരിക്കുന്നു. അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു. ഗുരു തുവാലെടുത്ത് മുഖം തുടയ്ക്കുന്നു. കുറച്ച് അങ്ങേരെ പോവുകയും ചെയ്തു. അപ്പൊ ഈ സെൻ കേൾക്കാൻ വന്ന ആള് അതിശയത്തോടെ ഇരിക്കുകയാണ്. ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് വെള്ളം കുടിച്ചു, മുഖം തുടച്ചു, അങ്ങ് പോയി. അപ്പൊ അടുത്തിരുന്ന ഒരു ധ്യാനിക്കുന്ന ഒരു ധ്യാന സാധകരോട് ചോദിച്ചു, എന്താണ് ഒന്നും പറയാത്തത്? നമ്മൾ ഇത്ര പേര് വന്നിരിക്കുന്നത് ആ സെൻ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ ആ ശിഷ്യൻ പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ സെന്ന് നഷ്ടമാവും. അപ്പൊ സെന്ന് നഷ്ടമാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും പറയാതിരിക്കണം. ആ ഒന്നും പറയാതിരിക്കുന്ന ഒരു സാഹചര്യത്തെ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റിയോ? ഇല്ല. അതിൻ്റെ അർത്ഥം നിന്നിൽ സെന്നില്ല. അപ്പൊ സെന്നിനെ ഉൾക്കൊള്ളണമെങ്കിൽ നിന്നില് സെന്നുണ്ടായിരിക്കണം. ആ മൗനത്തെ നിനക്ക് അംഗീകരിക്കാൻ പറ്റണം. ആ മൗനത്തെ അംഗീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ട മൗനവും നീ അംഗീകരിക്കും, അത് സെന്നാണെന്ന് മനസ്സിലാവും. അപ്പോൾ വ്യാഖ്യാനങ്ങള് നിർവചിച്ച് നമ്മുടെ മനസ്സെന്താണ്? ഒരു സംഭവത്തെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സ് 1000 രീതിയിൽ വ്യാഖ്യാനിക്കും. അതിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നു വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? അതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്തെല്ലാം രീതിയിൽ വരും ആലോചിച്ച് നോക്കും. ശരിയെന്നും തെറ്റെന്നും, അങ്ങനെ ആകണമെന്നും ആകണ്ടെന്നും, അല്ലെങ്കിൽ ഇതിലൊന്നും ഇടപെടാതെ നിഷ്പക്ഷമായി നിൽക്കുന്ന, അപ്പൊ ഒന്നിന്റെ വ്യാഖ്യാനങ്ങൾ അധികമാണ് ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ. അപ്പൊ അതേപോലെ നമ്മളിൽ ഒരു സംഭവം കേൾക്കുമ്പോൾ മനസ്സ് 1000 ഇന്റർപ്രിട്ടേഷൻ ചെയ്യും. അതുകൊണ്ടാണ് ബ്രഹ്മത്തെ പറ്റി സംസാരിച്ച് അതിനെ അശുദ്ധിയാക്കരുതെന്ന് പറയുന്നത്. ചിന്തിക്കുക പോലും ചെയ്യില്ലെന്ന് പറയും. ബ്രഹ്മത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിന്തിക്കുന്നതോറും അതില് അശുദ്ധി വരും. നിന്റെ ചിന്തയുടെ, നിന്റെ മനസ്സിന്റെ ഇൻഫ്ലുവൻസ് അവിടെ വരും. നീ നിശ്ചലമായിരിക്കാൻ ശ്രമിക്കൂ, ബ്രഹ്മത്തെ അറിയും, നീ മനസ്സിലാക്കും. അപ്പൊ ഈ ഹീലിംഗ് ക്യാമ്പിന്റെ ഉടനീളം 4 സെക്ഷനായിട്ടാണ് ഹീലിംഗ് ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 4 സെക്ഷനും നമ്മൾ മൗനത്തിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. മൗനത്തിൽ കൂടി കടന്നു പോകൽ മാത്രമല്ല, ഒരു ചെറിയ ഡ്യൂട്ടിയും നമ്മൾക്കുണ്ട്. എന്നിലെ ഇപ്പോഴത്തെ എൻ്റെ ഊർജം ഞാൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുക.
എന്നുള്ളതാണ്. എന്നിലുണ്ടാകുന്ന ഊർജ പരിണാമത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഡ്യൂട്ടി. ഒരിക്കലും നമ്മുടെ മനസ്സിനെ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിൽ വരുന്ന ചിന്തകൾ നമ്മളിൽ ഒരു ഊർജം തരുന്നുണ്ട്, ഊർജ വ്യതിയാനങ്ങൾ തരുന്നുണ്ട്, അതിനെയാണ് ശ്രദ്ധിക്കേണ്ടത്, മനസ്സിനല്ല ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഹീലിങ്ങിനാണ്, ഒരു എംജിനെസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം 4 ഘട്ടത്തിലും നമ്മൾ 4 ഊർജത്തിലോട്ട് നമ്മൾ നിൽക്കും. ഈ വ്യതിയാനം എങ്ങനെ എന്നിൽ സംഭവിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സെൻ നമ്മളിൽ സംഭവിച്ചിരിക്കും. കാര്യം നമ്മൾ നിശബ്ദതയോടെ നമ്മളൊരു സെന്നിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളെ തന്നെ നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട്, അവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ മനസ്സിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഡീപ്പ് സ്ലീപ്പിൽ ഈ മനസ്സവിടെ പോയി, പിടിച്ചു വെച്ചോണ്ടിരിക്കുന്ന മനസ്സവിടെ പോയി. ഡീപ്പ് സ്ലീപ്പിൽ മനസ്സിൽ പിടിച്ചോണ്ടിരുന്ന ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്തു പറയും? ഈ നശിച്ച മനസ്സൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് ഉറങ്ങാമായിരുന്നു എന്ന് പറയും. അപ്പം എൻ്റെ അർത്ഥം എന്താണ്? നമുക്കത് വേണോ? നമുക്കത് വേണ്ട. ഇന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, അതെന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് സെൻ. നിശബ്ദമാക്കാൻ പറ്റും. അവനെ നിരീക്ഷിച്ചാൽ അവൻ നിശബ്ദമാവും. അപ്പം ആ ഒരു ഓരോ ഘട്ടത്തിലോട്ട് അവ കടന്നു പോകാം. ഓരോ സെക്ഷനിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് വരും, അതങ്ങനെ ഒബേ ചെയ്യുക. ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, സ്വയം നിരീക്ഷിക്കുന്നു, മനസ്സിനെ നിരീക്ഷിക്കുന്നു, മനസ്സിൻ്റെ നിശ്ചലതയെ ശ്രദ്ധിക്കുന്നു, അതിനെ നിശ്ചലനാക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു. ഈ മനസ്സ് നമ്മളെക്ക് ഒരു ഗുണവും ചെയ്യില്ലെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിനെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബ്ലിസ്സിനെ അറിയാൻ ശ്രമിക്കുക. നമ്മൾ വളരെ സൈലന്റ് ആവുക, സെന്നിനെ തിരിച്ചറിയുക. ആദ്യത്തെ സെക്ഷൻ ഒരു 15 മിനിറ്റ് എന്താണോ നമ്മളുടെ നിത്യസാധന നമ്മൾ ചെയ്യുന്നത്, ജപമായിരിക്കാം, ഒബ്സർവേഷൻ ആയിരിക്കാം, എന്താണോ അത് 15 മിനിറ്റ് ചെയ്യുക. പ്രെയർ ആവാം, എന്തും ആകാം, പക്ഷെ സൈലന്റ് ആയിട്ട് ചെയ്യുക. 15 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഹീലിംഗ് തുടങ്ങും. ഹീലിംഗ് തുടങ്ങുമ്പോൾ നമ്മളടുത്ത് തന്നെ ഒരാൾ വന്ന് ഇരിക്കാനുള്ള സ്ഥലം പറയും. അവിടെ നിന്ന് ഹീൽ വാങ്ങി, ഇവിടെ നിന്ന് ഹീലിംഗ് വാങ്ങിയിട്ട് അവരൊരു സ്ഥലത്ത് തന്നെ വീണ്ടും നിശ്ചലമായിട്ടിരിക്കുക. ഹീലിംഗിന് ശേഷം നമ്മൾ പ്രെയർ ചെയ്യുന്നില്ല, ചാൻഡ് ചെയ്യുന്നില്ല, മന്ത്രം ജപിക്കുന്നില്ല. കാര്യം എന്താണ്? ശബ്ദ കോലാഹലങ്ങൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ സെന്നിലിരിക്കുന്നു, നിശബ്ദമായിരിക്കുന്നു, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ഊർജവും ഇപ്പോഴുള്ള ഊർജത്തെയും ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മൾ നിശ്ചലമായിരിക്കുന്നു. മൂന്നാമത്തെ സെക്ഷൻ ഒരു സൂഫി പ്രെയർ ആയിരിക്കും. അത് സ്വയം എങ്ങനെ ഹീൽ ചെയ്യാം എന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആയിരിക്കും. അപ്പോഴും അതിനുശേഷം ഉണ്ടാവുന്ന ഊർജ പരിണാമത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം ഒരു ഭജൻ. ആ ഭജനില് 100% ഇൻവോൾവ് ആവുക, മ്യൂസിക്കിനോടൊപ്പം നിൽക്കുക, മ്യൂസിക്കിനോട് ഫോൾട്ട് ചെയ്ത് നിൽക്കുക. ശരിക്കും ആ പ്രോസസ്സിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് നമ്മളെ ചലിപ്പിക്കും, മനസ്സല്ല നമ്മളെ ചലിപ്പിക്കുന്നത്. മനസ്സെന്ന് പറയും അനങ്ങാതിരിക്കൂ എന്നേ പറയൂ. മ്യൂസിക്കിനോട് കണക്ട് ആയാലോ ചലിക്കും, ചലിച്ചോട്ടെ. സ്വാഭാവികതയിൽ ആ നിമിഷത്തിൽ സെന്നായി നിലനിൽക്കുക. ലാസ്റ്റ് ഡീപ്പ് സൈലൻസിൽ നമ്മൾ നിന്നിട്ട് ഈ സെക്ഷൻ അവസാനിക്കും. ഓരോ സെക്ഷൻ കടന്നു വരുന്ന സമയത്തും എന്താണ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ വരും.
ആനന്ദത്തിലാണ്. നമുക്ക് അദ്ദേഹത്തെ എനിക്ക് ഒന്നും പറയാൻ സാധിക്കത്തില്ല. അത് സത്യമാണ്. ചിലവര് മേന്മയ്ക്ക് വേണ്ടി പറയുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഓരോ സാധകരെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ ദൈവമാണോ ഉള്ളിലുള്ള ഒരു സോള്. ഉള്ളെന്ന് പറയുന്നത് നമുക്ക്, കാരണം സോളിന് നമുക്ക് എവിടെയും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. പക്ഷെ ഫോർ ദ ടൈം ബീങ് നമുക്ക് അങ്ങനെ അറിയുള്ളൂ നമ്മൾ ഉള്ളിരിക്കുന്ന എന്തോ ഒരു സാധനമാണ് സോളെന്ന്. ആ സോളുമായിട്ടുള്ള കണക്ഷനാണ് ഒരു ഗുരു ഈ പറയുന്ന നമ്മളിലേക്ക് പകർന്നു വരുന്നത്. അതിന്റെ ബ്ലിസ്, ആ സോളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ഒരു ബ്ലിസ് ആണ് യഥാർത്ഥത്തിൽ നിന്ന് എത്ര PhD എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കണക്ഷൻ കിട്ടി. അതിന്റെ ആ തീവ്രത എത്രമാത്രം ഒരുവൻ ഉൾക്കൊള്ളുന്നുവോ അവനാണ് അന്വേഷി അല്ലെങ്കിൽ വൈരാഗ്യം. ഇതിൽ ഓരോരുത്തരും, ഇവിടെ കാൽപാദങ്ങൾ വെച്ച ഓരോരുത്തരും ഒരു അന്വേഷി അല്ലെങ്കിൽ വൈരാഗ്യം ഉള്ളിലുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മളതെ തിരിച്ചറിയുന്നു. ആ ഒരു യാത്രയിലാണ് നമുക്ക് നമ്മുടെ പ്രത്യക്ഷ രൂപത്തിൽ ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഗുരു നമ്മളിൽ ഉള്ളിലുള്ള അടുത്തുണ്ടാവും. നമുക്ക് ഈ കണക്ഷൻ നമുക്ക് ആ സോളുമായിട്ട് കണക്ഷൻ കിട്ടണം. പക്ഷെ കിട്ടാനായിട്ട് ആ എന്തോ ഒരു പ്രപഞ്ച ശക്തി അയച്ചിരിക്കുന്നതാണ് ഈ ഗുരുക്കന്മാരെയും ഗുരു പരമ്പരകൾ. അവരുടെ പാതാവിനങ്ങളിൽ നമ്മൾ വീഴുക, താൽക്കാലം നമ്മൾ സമർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അഹത്തെയാണ്. ഞാനെന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി നമുക്കുണ്ട്. ആ ഐഡന്റിറ്റി ഞാൻ പറയുന്നു, നിങ്ങളുടെ നിത്യ വ്യവഹാരത്തിൽ ഈ ഐഡന്റിറ്റി ഒക്കെ വേണമെന്ന് ഞാൻ പറയുന്നു. ഇതെല്ലാം വേണം, വ്യവഹരിക്കാൻ നിങ്ങൾക്ക് ഇത് വേണം. പക്ഷേ സൂക്ഷ്മമായ മനസ്സ്, സൂക്ഷ്മതയിൽ നിർത്തി വേണം നിങ്ങൾക്ക് സമൂഹത്തിൽ വ്യവഹരിക്കാൻ കഴിയും. അവന്റെ ജീവിതമാണ് പൂർണ്ണമായി ഈ ഒരു യാത്രയാണ് ഗുരു നമ്മളിലൂടെ നമ്മളെ ഓരോരുത്തരെയും വർഷങ്ങളായി കൊണ്ടുപോകും. ഇത് തന്നെയാണ് ഗുരു ലോകത്തെമ്പാടും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഈ ന്യൂസിലാൻഡില് ഗുരുജി പോകുന്ന ഇപ്പൊ ഇന്നൊരു ഹീലിംഗ് ഗുരുജി ചെയ്യുന്നു. ഇനി നാളെ നമ്മുടെ കൈയും നാക്കും ചുണ്ടും എല്ലാം പൊട്ടിയായിരിക്കും ഗുരുജിയിരിക്കുന്നത്. കാരണം ഈ ഹീലിംഗ് പ്രോസസ്, ഈ പറയുന്ന ഓരോ സാധനം നിങ്ങളിലുള്ള ഓരോ ഊർജത്തെ ഓരോരുത്തരെയും ഈ പറയുന്ന സാധകർക്ക് ആ ഹീലിംഗ് പ്രോസസ്സിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളിലുള്ള ആ കറകളെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ത്യാഗം എന്ന് പറയുന്നത്. നമുക്ക് ഇത് മനസ്സിലാക്കാൻ നമ്മൾ എപ്പോഴാണോ അതിന്റെ ഒരു നൈർമല്യമെങ്കിലും നമുക്ക് വരുന്നത്, അന്ന് ഈ പറയുന്ന നമ്മുടെ അഭാവം എല്ലാം നശിക്കും. യഥാർത്ഥത്തില് ഇറ്റ് ഇസ് എ ടോട്ടൽ ഫ്രീഡം. ഈ ഫ്രീഡമാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന ആനന്ദം. നമുക്ക് ആനന്ദിച്ചൊന്ന് ഈ പറയുന്ന ഒരു ക്ലോസ് സ്ഥിതി പോലും നമുക്ക് ആനന്ദിച്ച ഒരു നൃത്തം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പീഡിതരാണെന്ന് സ്വയം ചോദിച്ചു. നമുക്ക് ഒരു അടയ്ക്കാത്ത ജയിലിൽ അടച്ചു കിടക്കുകയാണ്. സോ വി ആർ ആക്ച്വലി ഫൈറ്റിംഗ് ഫോർ അവർ ഫ്രീഡം, ആൻഡ് ഹി ഈസ് ദ വൺ who leads us to our freedom. The freedom of the whole. ആ ഹോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യാപ്തി അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ അനുമാനിക്കാം. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയാൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിർത്തില്ല. ഗുരു ന്യൂസിലാൻഡിൽ പോയി ഇതേ കണക്കുള്ള ഒരു റിട്രീറ്റ് ആണ് ഈ 3 മാസം കൊണ്ട്. മോർ ദാൻ 100 hours, ഓരോ ദിവസവും 1 മണിക്കൂറിൽ കൂടുതൽ. അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കണം,
എത്രമാത്രം ഊർജ തരംഗങ്ങൾ, പ്രവാഹങ്ങൾ, അതിനെയാണ് ഈ ഓരോ സോഴ്സിനെയും അവിടെ നിന്ന് ആ സത്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഗുരു എടുക്കുന്ന ആ ഒരു എഫേർട്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാല് ഈ ഒരു ഇതില് നമുക്ക് എന്താ ഇതിനെ നമ്മൾ എന്ത് പറയുമെന്നറിയില്ല. പക്ഷെ നമുക്ക് ഒരു പൊന്നാട നമുക്ക് അണിയിക്കാം. സമ്പൂർണനായ അവധൂത് ഗുരുജി, പ്രിയപ്പെട്ട സഹസാധകരെ, എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം. 3 മാസം ന്യൂസിലൻഡ് സഞ്ചരിച്ച് ഗുരുജി സത്സംഗം, പിന്നെ ഹീലിംഗ് ക്യാമ്പ്സ്, കൗൺസിലിംഗ് ഇതെല്ലാം നടത്തി അവിടുത്തെ ശിഷ്യന്മാരെ എന്തുമാത്രം ഗൈഡ് ചെയ്തത്, ഗൈഡിങ് ലൈറ്റ് പോലെ അവരുടെ മെറ്റീരിയലിസ്റ്റിക് വേൾഡും പിന്നെ ടു അൾട്ടിമേറ്റ്ലി റിയലൈസ് ദ റിയാലിറ്റി, അത് രണ്ടിനും വേണ്ടി പാകപ്പെടുത്തി. ഇനിഷ്യൽ സ്റ്റേജ് ആയിരിക്കാം, പക്ഷെ ഫോർ 2 years ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോ അവര് റിയലി അവർക്കൊരു ഇമെൻസ് ഹെൽപ്പാണ് ലൈഫില്. അപ്പോ ഇത് നമ്മുടെ ഈ ഗുരുജി തികച്ചും വ്യത്യസ്തമായ ഒരു അവധൂത് ഗുരുവാണ്. കരുണാമയനും പിന്നെ പ്രേമസ്വരൂപനും ശാന്തസ്വരൂപമായ ഒരു ഗുരുജി. ഇതുപോലെ ഒരു അവധൂത് ഗുരുവിനെ നമുക്ക് കിട്ടിയത് ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ഫോർ us. അതിന് ഞാൻ കൃതജ്ഞ. നമ്മുടെ സൃഷ്ടാവിനോട് പറയുന്നു, നമുക്ക് ഈ ജന്മത്തിന് ഇങ്ങനെ ഒരു ഗുരു സമീപത്തിൽ നമുക്ക് കഴിയാൻ പറ്റുന്നതും നമ്മുടെ പിന്നെ ഉദ്ധരിക്കപ്പെടാൻ ഉള്ള ഒരു ചാൻസും കിട്ടിയതിൽ അതിനപ്പുറം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഡിവിനിറ്റിയും we thank the divinity for bringing us into the purview of our kind and magnanimous Guru who leads us. Even if there's a mistake being done, so peacefully he will explain it to us. അത് വേറെ എവിടെയും അങ്ങനെ കിട്ടൂല. ബട്ട് ഇഷ്ടമാണ് ആൾ തന്നെ. എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാക്കി തരുകയും ചെയ്യും. ആ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ പോയതും ന്യൂസിലാൻഡിൽ പോയതും അവിടെ നമുക്ക് അവിടെ ഗുരുജി വർക്ക് ചെയ്ത പിന്നെ എങ്ങനെ ഫങ്ഷൻ ചെയ്തതെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ there is a message from the life of that guru. മെയിൻ ഡിഫിക്കൽട്ടി ഇതാണ്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വിട്ടേ മതിയാവും. അങ്ങനെ വിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ, ഗുരു പറയുന്ന പോലെ ചെയ്താൽ, പിന്നെ വേദനാകരമാണെങ്കിലും നമുക്കൊരു നല്ല നേട്ടമായിരിക്കും. പിന്നെ ആ സമർപ്പണ ഭാവവും വരും. കാരണം റിസൾട്ട് വരുമ്പോഴാണ് അവർക്ക് ബോധ്യമാകുന്നത് ദിസ് ഇസ് എ വേ ദാറ്റ് വി ഹാവ് ടു അഡ്രസ് പ്രോബ്ലം. അപ്പോ എങ്ങനെയാണോ ഗീതയ്ക്കകത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന് യുദ്ധകാലത്തിൽ നമ്മുടെ അർജുനന് പറഞ്ഞു, വാട്ട് എവർ ബി എന്ത് കർശനമായ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമ്മളും ഗുരുജിയിൽ നിന്നും ആ മോഡ് ഓഫ് വർക്കിംഗിൽ നിന്ന് മനസ്സിലാക്കണ്ടേ. എന്ത് കർശനം ഉണ്ടായാലും നമ്മുടെ ആ അൾട്ടിമേറ്റ് ആ റിയാലിറ്റിയിൽ എത്താൻ ദൃഢമായിട്ടും പിന്നെ തുടർച്ചയായിട്ടും ആത്മാർത്ഥതയോടും നമ്മുടെ പിന്നെ ചില എന്താ പറയാ സാധന, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധന, ദാറ്റ് ഈസ് കോംപ്രമൈസ് ഓൺ യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ആ പറയുന്ന രീതിയിൽ നമ്മൾ പോയാൽ ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കും ഗുരു കൃപയാൽ. അപ്പോഴാണ് നമുക്ക് ആത്മസമർപ്പണം അത് അറിയുമ്പോഴാണ്, അനുഭവിച്ചറിയുമ്പോൾ. ഇതൊരു അനുഭവജ്ഞാനമാണ് ഗുരുവിൽ നിന്നും കിട്ടുന്നത്, ബുക്കിഷ് നോളജ് ഒന്നുമല്ല. ഒരു സെൽഫ് റിയലൈസ്ഡ് ഗുരുവിന്റെ ആ പവറിൽ നിന്ന് you stand under that umbrella, you also acquire that power that by his grace you will understand that. So say I thank the divinity for that also, and I don't know how we can express our gratitude to our Guru other than, and we pray that he shares much of his knowledge to all the
what do you call it, spiritual aspirants all over the world. May God bless him with good health and long life, so that he can be a guiding light to several in this world. And with that, I pay my respect. What else can I do? രണ്ട് വാക്ക് പറയാൻ ശക്തി പറഞ്ഞു. ഗുരുത്വം, സമർപ്പണം. ഉണ്ടാകണം, ഉണ്ടെങ്കിൽ ഗുരു മുമ്പിലുണ്ട്, ഇല്ലയോ വലിയ പ്രയാസമാണ്. കർമ്മപ്രഹരങ്ങൾ ഏറ്റുവാങ്ങാൻ നമ്മൾ തയ്യാറാണ്. ഒരു സാധകൻ സന്നദ്ധനാവേണ്ടത് നാം കരുതി വെച്ചിരുന്ന എല്ലാത്തിനെയും തകർക്കാൻ. നമ്മൾ ഉണ്ടാക്കി വെച്ച വീടുകൾ നമ്മൾ തകർത്തെറിഞ്ഞേ പറ്റും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവതാരമെടുത്ത ഭൂമിയിലെ ഒരു കോണിലാണ് നമ്മൾ വസിക്കുന്നത്. നമ്മളോട് സംസാരിക്കുന്ന അവബോധം ഈ ബ്രഹ്മാണ്ടം നിറഞ്ഞു നിൽക്കുന്നത്. എന്താ വഴി? നമ്മൾ കരുതി വെച്ചതിനെയൊക്കെ തകർത്തുടച്ച് ശരിക്കും ഉള്ളതിലേക്കുള്ള പലായനം നമ്മൾ ആരംഭിക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഗുരുവിനെ കാണാൻ കഴിയും. ബാലുജി പറഞ്ഞു, അടുത്ത മാസം ഗൾഫിലേക്കാണ്. ഇനിയും നമ്മൾ ഗുരുവിനെ നമ്മൾ ഗുരുവിന്റെ പാദകങ്ങൾ പ്രണാമം ചെയ്ത് നമസ്കരിക്കും. ഉദിക്കുന്ന ചോദ്യം, നീ ആദരിക്കുമ്പോൾ നിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഗുരുത്വത്തിന്റെ ശിരസിൽ നീ എത്രമാത്രം സമർപ്പണം ചെയ്തു എന്നാണ്. അതിന് നാം തയ്യാറാണെങ്കിൽ നമുക്ക് ഈ യാത്ര വളരെ സുഗമമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. നമ്മൾ ആലോചിച്ചു നോക്കും, 30 ദിവസത്തിനുള്ളിൽ 100 മണിക്കൂർ ക്ലാസുകൾ നയിക്കുക എന്ന് പറയുന്നത്, അതും വ്യത്യസ്തമായ സമയങ്ങളിൽ. വ്യത്യസ്തമായ സമയം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 8 മണിക്കൂറോളമാണ് നമ്മുടെ ഈ സ്ഥലത്ത് നിന്നും ന്യൂസിലാൻഡ് ദേശത്തുള്ള സമയ വ്യത്യാസം. ആ സമയ വ്യത്യാസത്തിൽ ഈ പ്രകൃതിയോട് ലയിച്ച് അവിടെയുള്ള മനുഷ്യനെ ഈ സാധനയുടെ പന്താവിലേക്ക് കൊണ്ടുവരുവാൻ, തന്റെ ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളും കളഞ്ഞ് തന്റെ സാധനയിൽ തന്റെ ശിഷ്യന്മാരെത്തേണ്ട ഓരോ പോയിന്റുകളും നോട്ട് ചെയ്തു. അതിനായി എന്തൊക്കെ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അതെല്ലാം തനിക്കുള്ള ആദരവാണ് എന്ന് കരുതി അവരോടൊപ്പം 3 മാസം ചിലവഴിച്ച് 100 ക്ലാസുകൾ എടുത്ത് തിരിച്ചു വരുന്ന നമ്മുടെ ഗുരുവിനോട് കേരളത്തിലെ എണ്ണപ്പെട്ട ഒരു മാതാജി ചോദിക്കുകയുണ്ടായി. മൈക്ക് കൊടുത്തിട്ട് സംസാരിക്കാനാണ് ശ്രമിച്ചത് ഒരു സമ്മേളനത്തിൽ വെച്ച്. അപ്പൊ ഗുരു പറഞ്ഞു, ഞാൻ അങ്ങനെ സംസാരിക്കില്ല. അപ്പൊ മാതാജി പറഞ്ഞ വാക്ക് നമ്മൾ ഓർത്തിരിക്കണം. സംസാരിച്ചു പഠിച്ചാൽ മതി, ഇവിടെ മുതൽ തുടങ്ങിയാൽ വിറയലൊക്കെ മാറിക്കിട്ടും. ഇതാണ് ലോകം. ഇതാണ് ലോകം. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സത്യത്തിൽ നിന്നും ഏറെ അകലെ ജീവിക്കുന്നവരാണ്. ആ സത്യത്തെ തേടി നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ഗുരു സർവസംഘ പരിത്യാഗിയായി നമ്മളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ സമർപ്പണം ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിക്കണം. നിരീശ്വരവാദിയായ സന്യാസി എന്ന പേര് കേട്ട ഗുരുവാണ് ഗുരുദാസിന്റെ ഗുണം. തച്ചുടയ്ക്കും നമ്മുടെ സങ്കല്പങ്ങളെ, സമൂഹത്തിന്റെ സങ്കല്പങ്ങളെ, സമുദായത്തിന്റെ സങ്കല്പങ്ങൾ. എങ്ങനെയാണോ ഒരു ഗജവീരൻ, കരിവീരൻ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ഗുരു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു നയാ പൈസ ഇല്ലാതെ വിവേകാനന്ദ സ്വാമികൾ ലോകം ചുറ്റി. നമ്മൾ പഠിക്കുന്ന ഗുരുക്കന്മാരെല്ലാം അവരുടെ കൈവശം ഒന്നും വെച്ചുകൊണ്ടല്ല ലോകത്തിറങ്ങി ലോകത്തെ
ഫലഭൂഷ്ടമാക്കിയത്, സാധന ഫലഭൂഷ്ടമാക്കി. പക്ഷെ ഓർത്തിരിക്കുക, ഒരു സമൂഹം അന്ന് നിലനിന്നിരുന്നു, ആ സമൂഹം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ ഗുരുക്കന്മാരൊക്കെ ഈ സാധനാ പ്രയാണം നടത്തുന്നത് പലരെയും ഉദ്ദേശിച്ചു. അവരെല്ലാം ആ സാധനയുടെ ഉത്തംഗ ശൃംഗത്തിലേക്ക് ഗമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരൊക്കെ മിലരേപമാരായി ഗുരുവിനോടൊപ്പം അങ്ങ് സാധന ആകാശത്തിൽ പ്രതിജ്വലിച്ചു നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനൊന്ന് നോക്കിക്കാണുന്ന ഒരു എളിയ ദാസനായെങ്കിലും നമ്മളെ കൂട്ടണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അപേക്ഷിക്കുക. തീർച്ചയായും ആ അപേക്ഷ അവിടുന്ന് സ്വീകരിക്കാതിരിക്കില്ല. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ അന്നേരം സത്സംഗത്തിൽ പറഞ്ഞതുപോലെ സാധന മുടങ്ങില്ല, മുടക്കാതിരിക്കുക. അതിന് ഗുരുവിന്റെ ആശംസകൾ, ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ തേടുവാൻ നമ്മൾ പ്രാപ്തരാക്കുക. എല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ ഗുരുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. അദ്ദേഹം എന്താണോ നമുക്ക് തരുന്നത് സംശയലേശമില്ലാതെ നമ്മൾ സ്വീകരിക്കണം. അതുകൂടി പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഒരു ഗുരു എപ്പോഴും പറയുന്നത് നിത്യസത്യത്തെക്കുറിച്ചുള്ള അന്നന്നത്തെ പ്രാദേശിക സത്യങ്ങളാണ്. ആ പ്രാദേശിക സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ ആ ഗുരുവിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ നമ്മൾ സ്വയം വ്യാഖ്യാനിച്ച് സ്വയം ഭയാശങ്കകൾ ഉണ്ടാക്കി സ്വയം സംശയാലുവായി ഈ ലോകത്തിൽ അധപ്പതിച്ചു പോകും. അങ്ങനെ ഇല്ലാതിരിക്കാൻ ആ ഗുരുവിന്റെ വാക്കുകളെ പൂർണ്ണമായി നിങ്ങൾ വിശ്വാസത്തിലെടുക്കണം. നമ്മൾ വിശ്വാസത്തിലെടുക്കണം. ഓരോ സാധകനും വിശ്വാസത്തിലെടുക്കണം. അങ്ങനെ വിശ്വാസത്തിലെടുത്ത് നമ്മുടെ അഹത്തെ മാറ്റിവെച്ച് ആ പരമമായ സാഗരത്തിൽ ലയിക്കുവാൻ ഓരോ സാധകനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ശരിക്കും ഗുരുവിന്റെ ആദരിക്കാനല്ല, ഗുരുവിന്റെ എന്താ പറയാ, നമ്മുടെ അപേക്ഷ സ്വീകരിക്കുവാനുള്ള വലിയ ദയാവായ്പ് അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഇവരെല്ലാം നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രം ആ ചടങ്ങിലേക്ക് ഗുരുദാസ് കടക്കുകയാണ്.